ബ്യൂറോക്രസിയും കോടതിയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മീഡിയ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റോൺ തന്നെയാണ്, അല്ലെങ്കിൽ ഫോർത്ത് ഫില്ലർ തന്നെയാണ്, ഫോർത്ത് എസ്റ്റേറ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്, നാലാമത്തെയാണ്. പക്ഷെ അത് അവരുടെ ധർമ്മം, അത് പത്രങ്ങളായാലും ചാനലുകളായാലും അത്ര കണ്ട് മുമ്പോട്ട് പോകുന്നില്ല. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവർ കിട്ടുന്ന പരസ്യങ്ങളുടെ താല്പര്യങ്ങൾ, ഇതിലേക്ക് വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. പിന്നെ പ്രിന്റ് മീഡിയ ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ പോയി ഇപ്പോൾ പ്രിന്റ് മീഡിയ ആരും കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ വായിക്കാത്ത രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, പ്രിന്റ് മീഡിയയ്ക്കുള്ള അട്രാക്ഷൻ കുറഞ്ഞു, എല്ലാവരും ചാനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാനലിലേക്ക് പോകുമ്പോൾ ചാനലുകൾ ഈ നേരത്തെ പരസ്യമായി പേരൊന്നും പറയത്തില്ലായിരുന്നു. ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനൽ വാർത്ത വരുമ്പോൾ പേരൊന്നും പറയത്തില്ല. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, പേര് പറഞ്ഞ്, ആളുകളുടെ പേര് പറഞ്ഞ്, വ്യക്തികളുടെ പേര് പറഞ്ഞ്, വ്യക്തികളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള ഒരധമ മാധ്യമ സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ അപ്പോൾ പിന്നെ എന്താണോ ഒരു പാർട്ടിയുടെ ഭരണകക്ഷിയിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ എതിർപ്പുണ്ടെങ്കിൽ അതിനെ വല്ലാത്ത രൂപത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയും കൂടി ആയപ്പോൾ കഥ പൂർണ്ണമായി. സോഷ്യൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും ഇത്തരത്തിലുള്ള അധമ വാർത്തകൾ ധാരാളമായി. പിന്നെ യൂട്യൂബ് ചാനലുകളെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഞങ്ങളും ഡിജിറ്റൽ ചാനൽ നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അനുഭവം വെച്ച് പറഞ്ഞാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഒക്കെ പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അങ്ങനത്തെ തമ്പുകളൊക്കെ ഇട്ടോ, എടാ മുഖ്യമന്ത്രി, എടാ പിണറായി വിജയൻ, എടാ മോഡി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എടാ സുരേഷ് ഗോപി എന്നൊക്കെ വിളിച്ചാലേ ജനങ്ങൾക്കും ഒരു ആകാംക്ഷയുള്ളൂ.